ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ വിതയ്ക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും വന്ന് അവരുടെ വിളവുകളെ നശിപ്പിച്ചു. മിദ്യാന്യരാൽ ഇസ്രായേൽ ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവരുടെ നിലവിളി യഹോവ കേട്ടു. പ്രവാചകനായ ഗിദെയോനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയക്കുവാൻ യഹോവ തീരുമാനിച്ചു. ദൈവം ഒരു ദൂതനെ അവൻ്റെ അടുക്കൽ അയച്ചു. യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ ഗിദെയോൻ യഹോവ കൂടെയുണ്ടായിട്ടും ഈ അനർത്ഥങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു. യഹോവ അവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു: നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാമത് വചനം. ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് കണ്ടപ്പോൾ അവന് അത്ഭുതമായി. താൻ ആ തിരഞ്ഞെടുപ്പിന് അയോഗ്യനാണെന്ന് ഗിദെയോൻ ദൈവ തിരുമുൻപാകെ സമ്മതിച്ച് ഇങ്ങനെ പറഞ്ഞു: അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അപ്പോൾ ഗിദെയോൻ ദൈവം തന്നെയാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെടുവാനും ഒരു അടയാളം കാണിച്ചു തരുവാനും താൻ പോയി ഒരു വഴിപാട് കൊണ്ടുവന്ന് യഹോവയ്ക്ക് സമർപ്പിക്കുന്നത് വരെ അവിടെ നിന്നും പോകരുതേ എന്ന് ആവശ്യപ്പെടുന്നു. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവം ഗിദെയോൻ മടങ്ങി വരുന്നത് വരെ ഗിദെയോനായി കാത്തിരുന്നു. ഗിദെയോൻ യാഗത്തിനുള്ള കോലാട്ടിൻകുട്ടിയും മറ്റ് യാഗവസ്തുക്കളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടെ ദൈവം ഒരു വലിയ അടയാളം ഗിദെയോന് കാണിച്ചു കൊടുത്തു. പാറയിൽ നിന്നും തീ പുറപ്പെട്ട് യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു. ദൈവ തിരുമുൻപിൽ താൻ ഒന്നുമല്ല എന്ന് ഗിദെയോൻ തുറന്നു പറഞ്ഞു. തൻ്റെ കുലം ചെറുതാണെന്നും തൻ്റെ കുടുംബത്തിൽ താൻ ചെറിയവനാണെന്നും ഗിദെയോൻ സമ്മതിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി അവനെ ബലപ്പെടുത്തി. യഹോവയുടെ ബലത്താൽ മിദ്യാന്യരെ തോൽപ്പിക്കുവാൻ ഗിദെയോന് കഴിഞ്ഞു. കേവലം പുഴുവായ നമ്മെ ദൈവം എപ്പോഴും ഓർക്കുന്നു. നമ്മെ ഓർമ്മിക്കുവാൻ മാത്രം നമുക്ക് എന്താണ് യോഗ്യത? ദാവീദ് ഇങ്ങനെ പറയുന്നു: നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. 8-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ നിസ്സാരതയിൽ ദൈവം താണിറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ഗിദെയോന് ഒരു അടയാളം കാണിച്ചു കൊടുക്കുവാൻ പ്രപഞ്ചകർത്താവായ ദൈവം കാത്തിരുന്നു. നമ്മുടെ പുറകെ കാരുണ്യവാനായ ദൈവം നടക്കുവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ ദൈവം നമ്മെ തേടി വരുന്ന ദൈവമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത് വചനം. ഗിദെയോൻ താൻ എളിയവനാണെന്ന് സമ്മതിച്ചപ്പോൾ ദൈവം അവനെ ബലപ്പെടുത്തി. തൻ്റെ ദാസൻ്റെ സമർപ്പണം സ്വീകരിക്കാൻ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി. തലമുറകൾ കഴിഞ്ഞിട്ടും ആ അഗ്നി കെട്ടുപോയിട്ടില്ല. യെശയ്യാവ് കണ്ട സ്വർഗീയ ദർശനത്തിൽ യെശയ്യാവ് എളിമയോട് അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ തീ പ്രവാചകന്റെ നാവിൽ തൊട്ടു. യെശയ്യാവ് ബലവാനായി. ഇന്നും കാൽവരിയിൽ ഈ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നു. പാപിയെ വിശുദ്ധനാക്കുന്ന തീ. ഈ അഗ്നി നമ്മെ സ്പർശിച്ച് നമ്മുടെ പാപങ്ങളെ ഭസ്മമാക്കട്ടെ. ഇന്നും കാൽവരിയിൽ ഈ അഗ്നി നമുക്കായി കത്തിക്കൊണ്ടിരിക്കുന്നു. പാപിയെ തൻ്റെ പാപത്തിൽ നിന്നും തന്നെ വിശുദ്ധീകരിക്കുന്ന ഈ അഗ്നി നമ്മെ സ്പർശിച്ച് നമ്മുടെ പാപങ്ങളെ ഭസ്മമാക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ബലത്തോടെ നാം പുറപ്പെടുവാൻ ഇടയായിത്തീരും. ലോകത്തിലുള്ള യാതൊന്നും നമ്മെ ഭയപ്പെടുത്തുകയില്ല. അങ്ങനെയുള്ളവർ പൗലോസ് അപ്പോസ്തലനെ പോലെ ധൈര്യത്തോടെ പറയും: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 38-39 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com